ന്യായാധിപന്മാർ അദ്ധ്യായം 1. യോശുവയുടെ മരണശേഷം ഇസ്രായേൽക്കാരിൽ ആരാകുന്നു കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ ആദ്യം പുറപ്പെടേണ്ടതെന്ന് കർത്താവിനോട് ചോദിച്ചു. യഹൂദ പുറപ്പെടട്ടെ, ഞാൻ ദേശം അവന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് ദൈവം കൽപ്പിച്ചു. യഹൂദ തന്റെ സഹോദരനായ ശിമയോനോട്, എന്റെ അവകാശദേശത്ത് കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ നീ എന്നോടുകൂടെ വരണം, അതുപോലെ നിന്റെ അവകാശദേശത്ത് നിന്നോടുകൂടെ ഞാനും വരാം എന്ന് പറഞ്ഞു. ശിമയോൻ അവനോടുകൂടെ പോയി. അങ്ങനെ യഹൂദ പുറപ്പെട്ടു. ദൈവം കനാന്യരെയും പെരിസ്യരെയും അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവർ ബേസേക്കിൽ വച്ച് അവരിൽ 10,000 പേരെ സംഹരിച്ചു. ബേസേക്കിൽ വച്ച് അവർ അദോനി ബേസേക്കിനോട് യുദ്ധം ചെയ്തു, കനാന്യരെയും പെരിസ്യരെയും സംഹരിച്ചു. അദോനി ബേസേക്ക് ഓടിപ്പോയി. അവർ അവനെ പിന്തുടർന്ന് പിടിച്ച് അവന്റെ കൈകാലുകളുടെ പെരുവിരൽ മുറിച്ചു കളഞ്ഞു. കൈകാലുകളുടെ പെരുവിരൽ മുറിച്ച 70 രാജാക്കന്മാർ എന്റെ മേശയിൻ കീഴിൽ നിന്ന് പെറുക്കി തിന്നിരുന്നു. ഞാൻ ചെയ്തതുപോലെ തന്നെ ദൈവം എനിക്ക് പകരം ചെയ്തിരിക്കുന്നു എന്ന് അദോനി ബേസെക്ക് പറഞ്ഞു. അവർ അവനെ യെരൂശലേമിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അവൻ മരിച്ചു. യഹൂദ മക്കൾ യെരൂശലേമിനെതിരെ യുദ്ധം ചെയ്തു, അതിനെ പിടിച്ചു. വാളിന്റെ വായ്ത്തലയാൽ വെട്ടി ഗ്രാമങ്ങൾ ദഹിപ്പിച്ചു. അതിന്റെ ശേഷം യഹൂദ മക്കൾ മലനാട്ടിലും തെക്കേ ദേശത്തിലും താഴ്വീതിയിലും പാർത്തിരുന്ന കനാന്യരോട് യുദ്ധം ചെയ്യുവാൻ പോയി. യഹൂദ ഹെബ്രോനിൽ പാർത്തിരുന്ന കനാന്യരുടെ നേരെ ചെന്നു. ഹെബ്രോന് പണ്ട് കൂറിയാത് അർബ എന്ന് പേർ. അവർ ശേഷായി, അഹിമാൻ, തൽമായി എന്നിവരെ സംഹരിച്ചു. അവിടെ നിന്ന് അവർ ദെബീർ നിവാസികളുടെ നേരെ ചെന്നു. ദെബീരിന് പണ്ട് കുര്യത്ത് സേഫർ എന്ന് പേർ. അപ്പോൾ കാലേബ് കുര്യത്ത് സേഫർ ജയിച്ചടക്കുന്നവന് ഞാൻ എൻ്റെ മകൾ അക്സയെ ഭാര്യയായി കൊടുക്കും എന്ന് പറഞ്ഞു. കാലേബിന്റെ അനുജനായ കെനസിന്റെ മകൻ ഒത്നിയേൽ അത് പിടിച്ചു. അവൻ തൻ്റെ മകൾ അക്സയെ അവന് ഭാര്യയായി കൊടുത്തു. അവൾ വന്നപ്പോൾ തൻ്റെ അപ്പനോട് ഒരു വയൽ ചോദിപ്പാൻ ഉത്സാഹിപ്പിച്ചു. അവൾ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ കാലേബ് അവളോട്, നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു. അവൾ അവനോട്, ഒരനുഗ്രഹം എനിക്ക് തരണമേ. നീ എന്നെ തെക്കൻ നാട്ടിലേക്കല്ലോ വിവാഹം കഴിച്ചു കൊടുത്തത്. നീരുറവകളും എനിക്ക് തരണമേ എന്ന് പറഞ്ഞു. കാലേബ് അവൾക്ക് മലയിലും താഴ്വരയിലും നീരുറവുകൾ കൊടുത്തു. മോശയുടെ അമ്മായപ്പനായ കേനിന്റെ മക്കൾ യഹൂദ മക്കളോടുകൂടി ഈന്തപ്പട്ടണത്തിൽ നിന്ന് ആരാദിന് തെക്കുള്ള യഹൂദ മരുഭൂമിയിലേക്ക് പോയി. അവിടെ ചെന്ന് അവിടുത്തെ ജനത്തോടുകൂടെ പാർത്തു. പിന്നെ യഹൂദ തൻ്റെ സഹോദരനായ ശിമയോനോടുകൂടെ പോയി. അവർ സെഫാത്തിൽ പാർത്തിരുന്ന കനാന്യരെ വീഴ്ത്തി. അതിനെ ശാപഗ്രസ്തമാക്കി. ആ പട്ടണത്തിന് ഹേർമ
എന്ന് പേരിട്ടു. യഹൂദ ഗസ്റ്റയും അതിൻ്റെ അതിർപ്രദേശവും അക്ലോനും അതിൻ്റെ അതിർനാടും എക്രോനും അതിൻ്റെ അതിർനാടും പിടിച്ചു. കർത്താവ് യഹൂദയോടുകൂടി ഉണ്ടായിരുന്നു. അവൻ മലനാട് കൈവശമാക്കി. എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പു രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളഞ്ഞില്ല. മോശ കൽപ്പിച്ചതുപോലെ അവർ കാലേബിന് ഹെബ്രോൻ കൊടുത്തു. അവൻ അവിടെ നിന്ന് 3 മല്ലന്മാരെ നീക്കിക്കളഞ്ഞു. ബെന്യാമീൻ മക്കൾ യെരൂശലേമിൽ പാർത്തിരുന്ന യെബൂസ്യരെ നീക്കിക്കളഞ്ഞില്ല. യെബൂസ്യർ ഇന്നുവരെ ബെന്യാമീൻ മക്കളോടുകൂടെ യെരൂശലേമിൽ പാർത്തുവരുന്നു. യോസേഫിന്റെ കുടുംബം ബേഥേലിലേക്ക് കയറിച്ചെന്നു. കർത്താവ് അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോസേഫ് കുടുംബം ബേഥേലിൽ പാർത്തു. ആ പട്ടണത്തിന് മുമ്പേ ലൂസ് എന്ന് പേരായിരുന്നു. പട്ടണത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരുവനെ കാവൽക്കാർ കണ്ടു. അവനോട്, നഗരത്തിൽ കിടപ്പാൻ ഒരു വഴി കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾ നിന്നോട് ദയ ചെയ്യും എന്ന് പറഞ്ഞു. അവൻ പട്ടണത്തിൽ കടപ്പാനുള്ള വഴി അവർക്ക് കാണിച്ചു കൊടുത്തു. അവർ പട്ടണത്തെ വാളിന്റെ വായ്ത്തലയാൽ വെട്ടിയെരിഞ്ഞു. ആ മനുഷ്യനെയും അവന്റെ സകല കുടുംബത്തെയും വിട്ടയച്ചു. അവൻ ഹിത്യരുടെ ദേശത്ത് ചെന്ന് ഒരു പട്ടണം പണിതു. അതിന് ലൂസ് എന്ന് പേരിട്ടു. അതിന് ഇന്നുവരെ അതുതന്നെയാണ് പേർ. മനശ്ശെ ബേത്ത്ശെയാനിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, താനാക്കിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ദോരിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, ഇമ്ലേയാമിലും അതിൻ്റെ ഗ്രാമങ്ങളിലും, മെഗീത്തോയിലും അതിൻ്റെ ഗ്രാമങ്ങളിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർക്ക് ആ ദേശത്ത് തന്നെ പാർപ്പാനുള്ള താല്പര്യം സാധിച്ചു. എന്നാൽ ഇസ്രായേലിന് ശക്തി കൂടിയപ്പോൾ അവർ കനാന്യരെ മുഴുവനും നീക്കിക്കളയാതെ അവരെ കൊണ്ട് ദാസ്യവേല ചെയ്യിച്ചു. എഫ്രൈം ഗേസേരിൽ വസിച്ചിരുന്ന കനാന്യരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ഗേസേരിൽ അവരുടെ ഇടയിൽ വസിച്ചു. സെബൂലൂൻ കിത്രോനിലും നഹലോലിലും പാർത്തിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. കനാന്യർ ദാസ്യവേലക്കാരായി തീർന്നു, അവരുടെ ഇടയിൽ പാർത്തു. ആശേർ ആക്കോവിലും സീദോനിലും അഹ്ലാബിലും അക്സീബിലും ഹെൽബയിലും അഫീക്കിലും രഹോബിലും വസിച്ചിരുന്നവരെ നീക്കിക്കളഞ്ഞില്ല. അവരെ നീക്കിക്കളയാതെ ആശേർ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. നഫ്താലി ബേത് ഷേമെഷ് ബേത് ആനാത്ത് വാസികളെ പുറത്താക്കാതെ ദേശനിവാസികളായ കനാന്യരുടെ ഇടയിൽ പാർത്തു. ബേത് ഷേമെഷിലെയും ബേത് അനാത്തിലെയും നിവാസികൾ അവർക്ക് ദാസ്യവേലക്കാരായി തീർന്നു. അമോര്യരെ ദാൻ മക്കൾ ഓടിച്ച് മലനാട്ടിൽ കയറ്റി താഴ്വരയിലേക്ക് ഇറങ്ങുവാൻ അവരെ സമ്മതിച്ചില്ല. അങ്ങനെ അമോര്യർ ഹർഹേരെസിലും അയ്യാലോനിലും ശാൽബീമിലും പാർക്കുവാൻ അനുവദിക്കപ്പെട്ടു. യോസേഫിന്റെ ഗൃഹത്തിന് ബലം വർദ്ധിച്ചു.
അവരെ ദാസ്യവേലക്കാരാക്കി തീർത്തു. അമോര്യരുടെ അതിർ അക്രോൾ കയറ്റം മുതൽ പിന്നെയും മേലോട്ടുണ്ടായിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഹാർഗമോർ